അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. വളരെയേറെ വേദനാജനകമായ 2 മരണവാർത്തയാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത്. കളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് ഒരു 11 വയസ്സുകാരൻ്റെ മരണം. ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു മരണവാർത്തയായിപ്പോയി ഇത്. മക്കളുടെ മരണം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. എല്ലാവരും മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. എത്രയെത്ര മക്കളാണ് പെട്ടെന്നും പിടുങ്ങിനെയും അപകടത്തിലും മരണപ്പെട്ടു പോകുന്നത്. നമ്മുടെ മക്കളെയൊക്കെ പടച്ചറബ് കാക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ഇന്ന് ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കുകയാണ്. മക്കളില്ലാത്തവർക്ക് മക്കളില്ലാത്തതിൻ്റെ പ്രയാസം, മക്കളുള്ളവർക്കാണെങ്കിലോ ഇതുപോലുള്ള പല പ്രയാസങ്ങളും. എല്ലാ മാതാപിതാക്കൾക്കും പടച്ചറബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഈ സംഭവം നടന്നിരിക്കുന്നത് തിരൂരിലാണ്. മാങ്ങാട്ട് ലോട്ടറി കട നടത്തുന്ന വള്ളിക്കാഞ്ഞിരം സ്വദേശി കിഴക്കേ വളപ്പിൽ മണികണ്ഠൻ ദിവ്യ ദമ്പതികളുടെ മകനാണ് ഇതുപോലൊരു അപകടത്തിൽ മരണപ്പെട്ടുപോയ ധ്വനിത് എന്ന കുട്ടിക്ക് 11 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഈ കുട്ടി കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതിനിടയിൽ കഴുത്തിൽ ഷർട്ട് കുടുങ്ങിയാണ് ഈ കുട്ടി മരണപ്പെട്ടു പോകുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ തരത്തിലുള്ള മരണങ്ങളാണ് റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നിറമരത്തൂർ ഗവൺമെൻറ് UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഒരു സഹോദരനുമുണ്ട് ഈ കുട്ടിക്ക്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം തിരൂർ പൊറ്റിത്തറ ശ്മശാനത്തിൽ ഉച്ചയ്ക്ക് 2 മണിയോടെ അടക്കം ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വേറൊരു മരണം നാടിനെയും നാട്ടുകാരെയും ഒരു ദയനീയ അവസ്ഥയിലാക്കിയ ഒരു പ്രവാസിയുടെ മരണം. ആഗ്രഹങ്ങളൊന്നും സഫലമാകാതെ ഒരു യാത്ര. കല്യാണ വീട് മരണ വീടാക്കിയ ഒരു മരണം. കല്യാണം കൂടാൻ വന്നതായിരുന്നു ഈ ഒരു പ്രവാസി. അങ്ങ് പ്രവാസ ലോകത്ത് നിന്നും കുടുംബത്തോടൊപ്പം കല്യാണം കൂടാൻ വന്നതായിരുന്നു ഈ പ്രവാസി. നാട്ടിലെത്തി ഒരൊറ്റ ദിവസം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. പാലക്കാട് സ്വദേശിയാണ്. പാലക്കാട് തൃത്താല ഉള്ളന്നൂരിൽ തച്ചറക്കുന്നത്ത് അലിയുടെ മകൻ അനസാണ് മരണപ്പെട്ടത്. 38 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്നും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്ന, ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല എന്ന് കരുതുന്ന എത്രയെത്രയോ ആളുകൾ ഇന്ന് ഖബറിലാണുള്ളത്. ഒരുപാട് കാലമായി അവരൊക്കെ ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇതുപോലുള്ള മരണവാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരും. പെട്ടെന്നുള്ള മരണം ചിലപ്പോൾ നമ്മളെ ഈമാനില്ലാതെ മരണപ്പെടുത്തിയേക്കാം. അതിനുവേണ്ടിയാണ് മരണത്തിന് വേണ്ടിയെന്നും നമ്മൾ തയ്യാറെടുക്കണമെന്ന് പറയുന്നത്. അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു കുടുംബത്തോടൊപ്പം ഈ പ്രവാസി. വീട്ടിലെ കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം ഇദ്ദേഹത്തെ പിടികൂടിയത്. ഈ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ചെറിയുമ്മയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനാണ് വെള്ളിയാഴ്ച രാത്രിയോടെ കുടുംബത്തോടൊപ്പം നാട്ടിലെത്തിയത്. ശനിയാഴ്ച രാവിലെയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ആ മരണത്തിൻ്റെ ആ വരവ്. ശനിയാഴ്ച രാവിലെ കുളിക്കാനിറങ്ങിയതായിരുന്നു, അവിടെയാണ് മുങ്ങി മരണപ്പെട്ടു പോകുന്നത്. പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം. ഭാര്യ റഹീദ, 8 മാസം പ്രായമുള്ള ഒരു മകനും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. മരണം നമ്മളെ എപ്പോഴാണ് പിടികൂടുക എന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. എല്ലാവരും ദുആ ചെയ്യുക. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഈ മയ്യത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ, നമ്മളെയൊക്കെ കാക്കണേ റബ്ബേ. നല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ഞങ്ങൾക്കൊക്കെ നൽകണേ റബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ നൽകണേ റബ്ബേ. ഈ മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ.
പടച്ച റബ്ബേ, പ്രവാസിയാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. 11 വയസ്സുള്ള ചെറിയ കുട്ടി അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ മോന് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ഒരുപാട് മക്കൾ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബേ. അവരുടെയൊക്കെ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ. ആ മക്കൾക്കൊക്കെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം നീ ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. മഅഫിറത്തും മറഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹും ഓതി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.